നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും തർക്കങ്ങളും നമ്മുടെ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ആൻ്റണി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ചിറ്റാർ മണ്ഡലത്തിലെ യൂത്ത് ലീഗ് നേതാവായ അവിടുത്തെ നിതിൻ കിഷോർ എന്ന് പറയുന്ന ഒരാളെ മത്സരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തോ തകർന്നു പോകും എന്നാണ്. അതായത് മതപരമായ സാമുദായികമായ സന്തുലിതാവസ്ഥ തകർന്നു പോകും എന്നാണ്. അതായത് ചിറ്റാർ ഡിവിഷനിൽ മത്സരിപ്പിച്ചാൽ ഉണ്ടാകുമെന്നാണ് ആൻ്റണി എന്ന് പറയുന്ന പത്തനംതിട്ട MP-യുടെ ഒരു അഭിപ്രായം. അതിനെതിരെ വ്യാപകമായ പ്രതിഷേധം, എന്തോ സാധനം തകർന്നു പോകും എന്നുള്ള ലെവലിൽ ഇങ്ങനെ വ്യാപകമായ ഒരു പ്രതിഷേധം ഇപ്പോൾ ഉയർന്നു വരികയാണ്. ഹമീദ് അൻസാരി അടക്കമുള്ള ആളുകൾ അതുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ അവരുടേതായ ചിന്താഗതികളൊക്കെ അവതരിപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് പലരും ഇങ്ങനെ ചർച്ച ചെയ്യുകയുണ്ടായി. എന്ത് സാധനമാണ് തകർന്നു പോകുന്നത് നാടിൻ്റെ എന്നുള്ളതാണ് എല്ലാവരുടെയും ചോദ്യവിഷയം. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് KT ജലീൽ പറയുന്നുണ്ട്. എങ്കിൽ തന്നെയും നമ്മൾ ആ KT ജലീലിൻ്റെ ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെടുത്തി നമ്മൾ പരിശോധിക്കുമ്പോൾ പറയുന്നതിലൊക്കെ വാസ്തവമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലീഗിനെ കോൺഗ്രസ് പാർട്ടി ഒരു വശത്തേക്ക് ചവിട്ടി ഒതുക്കുന്നു എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം. ഏകദേശം രണ്ടാം കക്ഷിയായി നിലനിൽക്കുന്ന ലീഗ് 15 സീറ്റുകളാണ് ശരിക്കും UDFന് വേണ്ടി സമാഹരിക്കുന്നത്. അതായത് ഭരണം കിട്ടുന്നതിന് വേണ്ടിയിട്ടോ അല്ലാതെയോ ഒക്കെയായി 15 MLA-മാരെ സംഭാവന ചെയ്യുന്ന ഒരു പാർട്ടി കൂടിയാണ് ഈ പറയുന്ന മുസ്ലിം ലീഗ്. എന്നിട്ടും ഒരു ചിറ്റമ്മ നയം ലീഗിനോട് പുലർത്തുന്നില്ലേ എന്ന് സ്വാഭാവികമായി എല്ലാവർക്കും സംശയം തോന്നാം. അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും ആൻ്റണിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ നിതിൻ കിഷോർ അവിടെ മത്സരിച്ചാൽ എങ്ങനെയാണ് സാമുദായിക സന്തുലിതാവസ്ഥ തകർന്നു പോകുന്നത് എന്ന് മാത്രമാണ് മനസ്സിലാവാത്ത ഒരു കാര്യം. ഇലക്ഷന് വിജയിക്കാനും ഭരണം പിടിക്കാനും ലീഗിനെ വേണം. അതേസമയം ലീഗിൻ്റെ നേതാക്കന്മാർ എവിടെയെങ്കിലും ഒരു ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ അവിടുത്തെ സാമുദായിക സന്തുലിതാവസ്ഥ തകർന്നു പോകും. ഇത് എങ്ങനെയാണ് കോൺഗ്രസ്സുകാർക്ക് ഇത്ര മ്ലേച്ഛമായി പറയാൻ തോന്നുന്നത് എന്നാണ് മനസ്സിലാവാത്തത്. കോൺഗ്രസ്സുകാർ കുറച്ചുകൂടെ മനസ്സിലാക്കണം. കാര്യം, ഒരു പാലമിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നുള്ള ഒരു അവസ്ഥയുണ്ടാവണം. അതായത് ഒരു മുന്നണി ബന്ധമാകുമ്പോൾ ലീഗിനെ അത്ര കണ്ട് അങ്ങ് ഒഴിവാക്കാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ തിരുക്കൊച്ചി എന്ന് പറയുന്ന അല്ലെങ്കിൽ തിരുവനന്തപുരം കൊച്ചി അടങ്ങുന്ന ആ ഒരു പ്രദേശത്തെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഈ ഭാഗങ്ങളിൽ എവിടെയെങ്കിലും നമ്മൾ ഒരു മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെ സീറ്റ് കൊടുത്തതായി കണ്ടിട്ടുണ്ടോ? കോട്ടയത്ത് ഇപ്പം കിട്ടും എന്നും പറഞ്ഞുകൊണ്ട് ലീഗുകാർ കയറി മേയാൻ തുടങ്ങിയിട്ട് നാൾ കുറയായി. എന്നിട്ട് കോട്ടയത്ത് കിട്ടിയോ? ഇല്ല. എറണാകുളത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇനി ആലപ്പുഴ ജില്ലയിൽ തീരെ ഇല്ല. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പത്തനംതിട്ടയിൽ ഇങ്ങനെ ആൻ്റണിയെ പോലുള്ള ആൾക്കാരൊക്കെ നിന്ന് സാമുദായിക സന്തുലിതാവസ്ഥയൊക്കെ തകരും എന്ന് പറഞ്ഞാൽ, മറ്റേ സാധനം തകരും എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് അവിടെ ഈ ലീഗിന് സീറ്റ് കൊടുക്കാൻ കഴിയുക? ഇങ്ങോട്ട് വന്ന കൊല്ലത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഒരു ഉണ്ടല്ലോ, പുനലൂരും ഇരവിപുരത്തും ഉണ്ടല്ലോ എന്ന് പറയും. എന്നാൽ കുറച്ചുകൂടെ അങ്ങോട്ട് തിരുവനന്തപുരത്തോ കഴക്കൂട്ടത്തുണ്ടായിരുന്നു. എന്ത് പറ്റി കഴക്കൂട്ടത്ത്? അത് കഴക്കൂട്ടത്ത് ഇങ്ങനെ നിരന്തരമായി ലീഗിനെ കോൺഗ്രസ്സുകാർ ചേർന്നിട്ട് തോൽപ്പിച്ച് അവസാനം ആ സീറ്റ് കൈവശപ്പെടുത്തി. കോൺഗ്രസ് പാർട്ടി കൈവശപ്പെടുത്തി. അപ്പോൾ അതുകൊണ്ട് ഇനി ലീഗിനെ കഴക്കൂട്ടത്ത് മത്സരിപ്പിച്ചാൽ ലീഗ് ജയിക്കില്ലാന്നേ. എത്ര കാലം എന്ന് വെച്ചിട്ടാ ഞങ്ങൾ ലീഗിനെ അല്ലെങ്കിൽ ഇങ്ങനെ സീറ്റ് കൊടുത്ത് അവരെ പരാജയപ്പെടുന്ന ഒരു സീറ്റാക്കി കഴക്കൂട്ടത്തെ മാറ്റുന്നത്? മോശമല്ലേ? അതുകൊണ്ട് ഞങ്ങൾ ലീഗിനെ കഴക്കൂട്ടത്ത് നിന്ന് ഒഴിവാക്കി. ഇപ്പം ഇരവിപുരത്തും പുനലൂരും ഓരോ സീറ്റ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് പറയുന്ന ഒരവസ്ഥയാണ് കോൺഗ്രസ് പാർട്ടിക്ക്. അതേസമയം ഇതേ ആൾക്കാർ തന്നെ, ഇതേ ലീഗ് തന്നെ AK ആൻ്റണി മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അങ്ങ് തിരൂരങ്ങാടിയിൽ സ്വന്തം സീറ്റ് അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? AK ആൻ്റണിക്ക്. അവിടെ മത്സരിച്ചോട്ടെ, ജയിച്ചോട്ടെ എന്ന് കരുതിയിട്ട്. അന്നും ഈ AK ആൻ്റണി എന്ന് പറയുന്ന മകനെ BJP-യിലേക്ക് പറഞ്ഞയച്ച ആ നേതാവിനെ ജയിപ്പിച്ചത് മുസ്ലിം ലീഗുകാരായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ്സുകാർക്ക് ആർക്കെങ്കിലും ഓർമ്മയില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, എത്ര സീറ്റാണ് കിട്ടുക? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറിയാൽ 2 സീറ്റ്. 3 ചോദിച്ചു, ഇല്ല ഞങ്ങൾ തരില്ല, പകരം നിങ്ങൾക്കൊരു രാജ്യസഭാ MP-യെ തരാം. കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അതും കണക്കാണ്, ഇതും കണക്കാണ്. അപ്പോൾ നിലവിലത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലീഗ് ഒരു മൂന്നാംകിട പാർട്ടിയാണ് UDFനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം. ഇതാണ് സ്വാഭാവികമായും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യം. അതായത് ലീഗിന് വലിയ പ്രാധാന്യമൊന്നുമില്ല തന്നെ. ഇനിയും ലീഗിന് പലയിടങ്ങളിലും, ലീഗ് പലയിടങ്ങളിലും മത്സരിക്കുന്നുണ്ട് എന്നിങ്ങോട്ട് കരുതുക.
അങ്ങനെയാണെങ്കിൽ തന്നെ അവിടെ ആലപ്പുഴയോ തിരുവനന്തപുരത്തോ പത്തനംതിട്ടയോ കോട്ടയത്തോ ഇടുക്കിയിലോ എവിടെയെങ്കിലും പ്രാധാന്യമുള്ള ഒരു സ്ഥാനത്തേക്ക്, അതായത് ഒരു മുനിസിപ്പൽ ചെയർമാനായിട്ടോ ചെയർപേഴ്സണായിട്ടോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്, അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ ഇവർ തയ്യാറാകുന്നുണ്ടോ? ഇല്ലേ ഇല്ല. അവിടെയും എന്താ പറയുക, മറ്റേ സാധനം അങ്ങോട്ട് തകരും. അതുകൊണ്ട് അവിടെയും കൊടുക്കുന്നില്ല എന്നർത്ഥം. എന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ആകെ മൊത്തം ടോട്ടൽ പരിശോധിക്കുമ്പോൾ ലീഗിൻ്റെ കാര്യം ഉദാഹവ. ഇനിയിപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇനി പുനലൂർ, തിരുവിപുരം എന്നീ പറയുന്ന 2 സീറ്റുകൾ കഷ്ടിച്ചരഷ്ടിച്ചിങ്ങനെ പോകുന്നുണ്ട് എങ്കിൽ തന്നെയും അവിടെയെല്ലാം ലീഗ് നേതാക്കന്മാർ വിജയിക്കുന്നുണ്ടോ? ഇല്ലേ ഇല്ല. കാരണം എന്താണ്? അവിടെയും വിജയിക്കാൻ അനുവദിക്കില്ല. അവിടെയാണ് കോൺഗ്രസിൻ്റെ മറ്റൊരു തന്ത്രം നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ലീഗിൻ്റെ ഏത് സ്ഥാനാർത്ഥി തെക്കൻ കേരളത്തിൽ എവിടെ മത്സരിച്ചിരുന്നാലും കാര്യക്ഷമമായി ജയിപ്പിക്കുകയല്ല, തോൽപ്പിക്കുകയാണ് അവിടുത്തെ കോൺഗ്രസ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ ലക്ഷ്യം. കാരണം ഇവർ വളർന്നു വന്നാൽ നാളെ കോൺഗ്രസ്സിന് ഭീഷണിയായി തീരും എന്നുള്ള ഒരു വലിയ പേടി അവർക്കുണ്ട്. ആ പേടി മായ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? അവർ ഗ്രൂപ്പായിട്ട് തിരിഞ്ഞിട്ട് അവിടുത്തെ ലീഗിൻ്റെ സ്ഥാനാർത്ഥി ആരായിരുന്നാലും മനഃപൂർവ്വം അങ്ങ് തോൽപ്പിക്കും. കാരണം എന്താണ്? ഈ ബെടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന ഒരു വടക്കൻ തത്വമുണ്ട്. ആ തത്വം അനുസരിച്ചിട്ട് എങ്ങനെയെങ്കിലും അത് ബെടക്കാക്കി തോൽപ്പിച്ച് കഴക്കൂട്ടം സീറ്റ് കയ്യിലെടുത്തതുപോലെ അങ്ങനെ തോൽപ്പിച്ച് എങ്ങനെയെങ്കിലും ആ സീറ്റിൽ കൂടി കോൺഗ്രസിനെ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുക എന്നുള്ളതാണ് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഒരു രീതി. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ബെടക്കാക്കി തനിക്കാക്കുക. ഇത് തന്നെയാണ് പലയിടത്തും പുലർത്തി പോരുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും. ഇനിയിപ്പം ആകെയുള്ളത് പുനലൂരുണ്ട്, കളമശ്ശേരി, ഗുരുവായൂർ എന്ന് പറയുന്ന ഈ സീറ്റുകൾ കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുനലൂരും ഇത് തന്നെയായിരിക്കും അവസ്ഥ. പുനലൂർ കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അതോടൊപ്പം ഗുരുവായൂരുണ്ട്, പിന്നെയോ കളമശ്ശേരിയുണ്ട്. ഈ സീറ്റിൻ്റെ കാര്യത്തിലും ഇതേപോലെ തന്നെ ഈ ബെടക്കാക്കി തനിക്കാക്കൽ നടക്കും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അപ്പോൾ ലീഗ് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തിരൂരങ്ങാടിയിൽ AK ആന്റണിയെ വിജയിപ്പിച്ച് മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ത്യാഗം സഹിച്ചവരാണ് ലീഗുകാർ. എന്നിട്ട് ലീഗുകാർക്ക് എന്തെങ്കിലും ഗുണം കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഇപ്പം നോക്കിക്കേ, 5 ജില്ലയിൽ ജില്ലാ പഞ്ചായത്തുണ്ട്. ആ 5 ജില്ലയിൽ ഒരിടത്ത് പോലും ഒരു ജില്ലാ പഞ്ചായത്തിൽ 5 ജില്ലകളിൽ ഒരു ജില്ലാ പഞ്ചായത്ത് സീറ്റ് പോലും ലീഗിന് നൽകിയില്ലെന്ന് പറഞ്ഞാൽ എന്തോരം അവഗണനയാണ് സഹിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കൂ. ലീഗിന് ഇത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇനി മറ്റൊരു തന്ത്രം കൂടി അവർ പ്രയോഗിക്കുന്നുണ്ട്. എന്താ ആ തന്ത്രമെന്ന് ചോദിച്ചാൽ, 3-ാം ടൈം എന്ന് പറയുന്ന ഒരു പരിപാടി UDFൻ്റെ മൊത്തത്തിലുള്ള ഒരു നയമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു. എന്താ ഈ 3-ാം ടൈം എന്ന് പറഞ്ഞ VD സതീശനോ അല്ലെങ്കിൽ കോൺഗ്രസിലെ ഒരു നേതാക്കന്മാർക്കോ എന്താ ബാധകമല്ലേ? UDFിലെ ഘടകകക്ഷിയായ ലീഗിന് മാത്രമേ ബാധകമാവുകയുള്ളൂ എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഡ്വക്കേറ്റ് ഉമ്മർ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അങ്ങനെ 3-ാം ടൈം വന്നു കഴിഞ്ഞപ്പോൾ പാവം പിടിച്ച ആ മനുഷ്യൻ ഇന്ന് മഞ്ചേരിയിലെ ഒരു ബാറിൽ അഭിഭാഷകനാണ്. ബാറിലല്ല, കോടതിയിൽ. അപ്പം ഇങ്ങനെ ഇവരെയൊക്കെ ലീഗിനെ ഇങ്ങനെ ഒരു സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മഞ്ഞളാംകുഴി അലി അടക്കമുള്ള PK ബഷീർ അടക്കമുള്ള ആളുകളുടെ ഇനിയുള്ള നിയമസഭാ പ്രവേശനം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശബരിമലയിൽ പോകുന്ന പോലെ കരിമല കയറ്റം കഠിനം പൊന്നയ്യപ്പ എന്ന് പറയുന്നത് പോലെയായിരിക്കും കാര്യങ്ങൾ. അതായത് ലീഗിനെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി ഒരു വശത്തേക്ക് ഇടാനുള്ള ശ്രമമാണ് ശരിക്കും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDF നയിക്കുന്നത് തന്നെ കോൺഗ്രസ് പാർട്ടിയാണല്ലോ. അപ്പോൾ ആ കോൺഗ്രസ് പാർട്ടി പറയുന്നതനുസരിച്ച് തുള്ളിയില്ലെങ്കിൽ ലീഗിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ദോഷം ചെയ്യും. എന്നാൽ ലീഗിലുള്ള ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. കാര്യം ഇങ്ങനെ നിന്ന് പോയി കഴിഞ്ഞാൽ നിന്ന് പോവുകയുള്ളൂ. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം നല്ലളത്ത് നിന്നും പോക്കർ എന്ന് പറയുന്ന ഒരു നേതാവ്. അദ്ദേഹം രാജിവെക്കുകയും പിന്നീട് CPMൽ ചേരുകയും ചെയ്തു. കാരണം ലീഗ് ഒരു കാരണവശാലും CPMലേക്ക് ചേരില്ല എന്നുള്ള ഒരു ധാരണയിലാണ് ഈ പറയുന്ന പാവം പിടിച്ച പോക്കർ ആ ലീഗിലുണ്ടായിരുന്ന ആ സ്ഥാനം നഷ്ടപ്പെടുത്തിക്കൊണ്ട് നേരെ വന്ന് ഇവിടേക്ക് കയറിയത്, ആ CPMലേക്ക് കയറിയത്. നാളെ ഒരു സമയത്ത് ലീഗ് തിരിഞ്ഞു വന്നു കഴിഞ്ഞാൽ ലീഗിന് തിരിയേണ്ടി വരും. കാരണം ആ രീതിയിലാണ് പ്രാദേശിക തലത്തിലുള്ള പല പ്രവർത്തകരും ചിന്തിക്കുന്നത്. എന്തിന് ഇത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചും ഈ ആട്ടും തുപ്പും സഹിച്ചും ഇതിനകത്ത് കടിച്ചു തൂങ്ങി കിടക്കണം എന്ന് പല നേതാക്കന്മാരും ചിന്തിച്ചു തുടങ്ങിയെന്നേ. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവർക്ക് ഈ 5 ജില്ലകൾ, അതായത് തെക്കൻ ജില്ലകളിൽ എവിടെയെങ്കിലും ഒരു ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ ഒരു സീറ്റ് പോലും നൽകാതെ ഇത്രത്തോളം അവഗണിച്ച് ഇല്ലായ്മ ചെയ്യുന്ന പല സീറ്റുകളും, അവരുടെ കയ്യിലിരുന്ന സീറ്റുകൾ പലതും അവരെ തോൽപ്പിച്ച് പിടിച്ചടക്കിയ കോൺഗ്രസിൻ്റെ ഒരു ചേട്ടൻ കളി എന്ന് പറയാം. ഞങ്ങളാണ് ഇവിടുത്തെ അധികാരികളെന്നും ഞങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ ഇവിടെ മുന്നോട്ട് പോവുകയുള്ളൂ എന്ന് ചിന്തിക്കുന്ന ആ ഒരു നയം, ആ നയത്തിനോട് വലിയ താല്പര്യമൊന്നും ഇപ്പോൾ ഉള്ള തലമുറയ്ക്കില്ല. അവർ പലരും പ്രതികരിച്ചു തുടങ്ങും. ഈ പറയുന്ന ആന്റോ ആന്റണി ഇപ്പോൾ എന്ത് ബേസിലാണ് ആന്റോ ആന്റണി പറഞ്ഞത് സാമുദായിക സന്തുലിതാവസ്ഥ, മറ്റേ സാധനം തകർന്നു പോകുമെന്ന്?
എന്ത് ബേസിലാണ് പറയുന്നത്? ഇവിടെ മുസ്ലിം ലീഗുകാർ ശ്രമിച്ചിട്ട് എവിടെയെങ്കിലും മറ്റേ സാധനം തകർത്തിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ആൻ്റോ ആൻ്റണിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു സാധനവും ആൻ്റോ ആൻ്റണിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പിന്നെ എന്തിനാണ് പത്തനംതിട്ട ജില്ലയിൽ അത് നിതിൻ കിഷോർ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ അപ്പോൾ ആ മറ്റേ സാധനം എങ്ങനെ തകർന്നു പോകുന്നു എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ആൻ്റോ ആൻ്റണിയുടെ കൂടെ ഉത്തരവാദിത്തമല്ലേ? അപ്പോൾ അത് വ്യക്തമാക്കിയിട്ടുണ്ടോ? ഇല്ല. ഈ പറയുന്ന ലീഗിൻ്റെ കൂടി വോട്ട് മേടിച്ചിട്ടില്ലേ ആൻ്റോ ആൻ്റണി എന്ന് പറയുന്ന ഒരു മാന്യൻ ഞെളിഞ്ഞ് ഇപ്പോഴും ലോക്സഭയിൽ പോയി ഇരിക്കുന്നത്? ആ ഒരു ഉത്തരവാദിത്വവും അല്ലെങ്കിൽ ആ ഒരു സാമാന്യ ബോധമെങ്കിലും ഇയാൾക്കുണ്ടായിരുന്നോ എന്ന് എല്ലാവരും സ്വാഭാവികമായി ചിന്തിച്ചു പോകും. അതുകൊണ്ട് തന്നെയാണ് പലയിടങ്ങളിലും ഈ പറയുന്ന പ്രാദേശിക നേതാക്കന്മാർക്കിടയിൽ പോലും ഇത്തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നത്. അതായത് നേതൃത്വം എടുക്കുന്ന ഈ നിലപാടുകൾ തെറ്റാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന ഇനത്തിൽ കുത്തുന്ന ഈ പാർട്ടിയെ, തൊഴുത്തിൽ കുത്തുന്ന ഈ പാർട്ടിയെ കൂടെ കൊണ്ട് ചുമന്ന് നടക്കേണ്ട ഗതികേട് എന്തിനാണ് നമുക്ക് എന്ന് പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നേ. പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകും. എന്നാൽ മലപ്പുറം ഞങ്ങൾക്ക് വേണം. മലപ്പുറത്ത് പോലും സീറ്റുകൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. മലപ്പുറത്ത് സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നേ കോൺഗ്രസിന്. എന്താണ് ബാക്കിയുള്ള സീറ്റുകൾ കൂടി എന്തുകൊണ്ടാണ് പിന്നെ ലീഗിന് മത്സരിക്കാൻ കഴിയാഞ്ഞിട്ടാണോ? അല്ല. അവിടെയും മുന്നണി ബന്ധത്തിൻ്റെ ഫലമായിട്ട് അവിടെ 3 സീറ്റുകൾ UDFന് കോൺഗ്രസിന് വേണ്ടിയിട്ട് മുസ്ലിം ലീഗ് വിട്ടുകൊടുത്തിട്ടുണ്ട്. ആ ഒരു മാന്യത പോലും കാണിക്കാൻ ഇവിടുത്തെ കോൺഗ്രസ്സുകാർ തയ്യാറാകുന്നില്ല. എന്നിട്ട് ആ 3 സീറ്റിൽ നിന്നവരെ വിജയിപ്പിക്കാൻ അക്ഷീണം പരിശ്രമിച്ചതും ആരാണ്? ഈ പറയുന്ന മുസ്ലിം ലീഗുകാർ തന്നെയാണ്. ആ മുസ്ലിം ലീഗിനെ തന്നെ ഇട്ട് ചവിട്ടി കൂട്ടണം കോൺഗ്രസ്സേ. അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യണം. അതാണ് യഥാർത്ഥ മുന്നണി ബന്ധം. ഇവിടെ ആര്യാടൻ മുഹമ്മദ് എന്ന് പറയുന്ന ഒരാൾ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചിരുന്നു, ഈ ലീഗിൽ നിന്നും ഒരു 5ാം മന്ത്രി എന്ന് പറയുന്ന ഒരാൾ രംഗത്തേക്ക് വന്നാൽ, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പറയുന്നതാണ്, അങ്ങനെ വന്നാൽ ആ സർക്കാരായിരിക്കും, അതായത് ആ ഉമ്മൻചാണ്ടി സർക്കാരായിരിക്കും കേരളത്തിലെ അവസാനത്തെ UDF സർക്കാർ എന്ന് വീമ്പിളക്കിയ ഒരാളായിരുന്നു ആര്യാടൻ മുഹമ്മദ്. ആ ആര്യാടൻ മുഹമ്മദിൻ്റെ മകൻ ആര്യാടൻ ഷൗക്കത്തിനെ നിലമ്പൂരിൽ വിജയിപ്പിക്കാൻ ആര് വേണ്ടി വന്നു? ഇതേ മുസ്ലിം ലീഗ് തന്നെ വേണ്ടി വന്നില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് ഈ ലീഗിന് എന്തെങ്കിലും പ്രാധാന്യം കൊടുക്കാൻ ഈ കോൺഗ്രസ്സുകാർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയിട്ടുണ്ടോ? ഇല്ല. അപ്പോഴും എന്താ സംഭവിക്കുക? ഇവിടുത്തെ മറ്റേ സാധനം ഇല്ലാതെയായി പോകും. ഇതാണ് കോൺഗ്രസ് ലീഗിനോട് കാലാകാലങ്ങളായി നടത്തിപ്പോകുന്ന ചില പ്രതിസന്ധികൾ അല്ലെങ്കിൽ ഒരു നയം. ഇനിയിപ്പം പറയും ഞങ്ങൾ ഗുരുവായൂരുണ്ടല്ലോ, ഗുരുവായൂർ മത്സരിക്കുന്നില്ലേ, ഞങ്ങൾക്ക് സീറ്റ് തന്നില്ലേ, ഞങ്ങൾക്ക് പുനലൂർ സീറ്റ് തരുന്നില്ലേ, ഞങ്ങൾക്ക് കളമശ്ശേരിയിൽ സീറ്റ് തരുന്നില്ലേ, നോക്കിയിരുന്നോ ഇപ്പം കിട്ടും. ഇതെല്ലാം ഇങ്ങനെ നിങ്ങൾ ഇവിടെ എവിടെയെങ്കിലും ജയിച്ചിട്ടുണ്ടോ? അയ്യോ അതില്ല. അപ്പോൾ ജയിക്കാത്ത സീറ്റിൽ നിങ്ങളെ പിന്നെ എങ്ങനെ മത്സരിപ്പിക്കും? ഒരു ഭാഗ്യപരീക്ഷണത്തിന് എന്നുള്ള നിലയിൽ ഞങ്ങൾ തന്നെ മത്സരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് അടുത്ത തവണ വരാൻ പോകുന്നത് ഈ 3 സീറ്റുകൾ പിടിച്ചുകൊണ്ടായിരിക്കും. ഈ 3 സീറ്റുകളും ഇനി ലീഗിന് നിലം തൊടാൻ അവസരം തരാത്ത രീതിയിൽ പിടിച്ചെടുത്തിരിക്കും കോൺഗ്രസ്. എന്നിട്ട് ഇതേപോലെ ആൻ്റോ ആൻ്റണിയെ പോലെ മ്ലേച്ഛന്മാരായിട്ടുള്ള ആളുകൾ അവിടെ നിന്നുകൊണ്ട് പറയും, ലീഗ് വീണ്ടും അവിടങ്ങളിൽ മത്സരിച്ചാൽ, ഗുരുവായൂരിൽ മത്സരിച്ചാലും കളമശ്ശേരിയിൽ മത്സരിച്ചാലും പുനലൂരിൽ മത്സരിച്ചാലും എന്ത് സംഭവിക്കും? മറ്റേ സാധനം പോകും. ഏത്? സാമുദായിക സന്തുലിതാവസ്ഥ അത് നഷ്ടപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ലീഗിനെ ഒഴിവാക്കി നിർത്തും. സ്വാഭാവികമായി സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യമാണിത്. അതിൽ ലീഗ് നേതാക്കന്മാർ ഇനിയെങ്കിലും ആ ഒരു സത്യം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ വരാൻ പോകുന്ന ഭാവിയിൽ വലിയ ദോഷം ചെയ്യും. കോൺഗ്രസ് നിങ്ങൾക്ക് ആർക്കും അവസരം വിളിച്ചു കയറ്റി തരാൻ പോകുന്നില്ല എന്നുള്ള സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. കൂടുതൽ സീറ്റിൽ മത്സരിക്കാൻ വേണ്ടി നേതാക്കന്മാരുടെ പിന്നിൽ നിരവധിയായ അണികളുണ്ട് എന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അവരെ താങ്ങി നിന്നുകൊണ്ട് രമേശ് ചെന്നിത്തല പറയും എൻ്റെ 10 പേര്, KC പറയും എൻ്റെ 10 പേര്, അപ്പോൾ ഉടനെ എൻ്റെ KC ചിലപ്പോൾ കൂട്ടിപ്പറയും എൻ്റെ 100 പേരെന്ന് പറഞ്ഞു കളയും. കാര്യം ബാക്കി 30 പേരെയും കൂടെ അന്വേഷിച്ചാൽ മതി. രമേശ് ചെന്നിത്തലയ്ക്കും 10ഉം KCക്ക് 100 ആയി കഴിയുമ്പോൾ 110 ആയില്ലേ, പിന്നെ 30 സ്ഥാനാർത്ഥികളെ കൂടെ തപ്പിയാൽ മതിയല്ലോ. അത് VD സതീശനും അടൂർ പ്രകാശും ഈ പറയുന്ന പോലെ നമ്മുടെ സണ്ണി ജോസഫ് കൂടെ കൊടുക്കും. അപ്പോൾ അത്രയും പേരോട് ആയി കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ സീറ്റുകളെല്ലാം ഫില്ലാവും. പിന്നെ മേളോട്ട് നോക്കി ഇരുന്നാൽ മതി മുസ്ലിം ലീഗ്. ഇതാണ് ലീഗിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.